നമസ്തേ, വിഷ്ണുമായ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡാനിരാജ്, കരിങ്കുട്ടിക്കാവ് വിഷ്ണുമായ മഠം, തൃപ്രയാർ. ഓം ശ്രീ മഹാവിഷ്ണുമായ സ്വാമിനി നമഃ. ഓം ശ്രീ മഹാകൃഷ്ണകുച്ഛായ നമഃ. കുട്ടികളിലെ വിദ്യാഭ്യാസ തടസ്സങ്ങളെ മാറ്റുന്നതിനായിട്ട് സ്വാമിയുടെ ധ്യാനശ്ലോകം സ്വാമിയുടെ നിത്യം ചൊല്ലുന്ന കണക്കുകളും ക്രമങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കും. അതുപോലെ സ്വാമിയുടെ വിഷ്ണുമായ യന്ത്രത്തിൽ കുട്ടികളുടെ പേരും വയസ്സും നക്ഷത്രമൊക്കെ എഴുതിയിട്ട് അതിൽ വിദ്യ ഉണ്ടാവാനുള്ള മന്ത്രജപത്തോട് കൂടിയിട്ട് അത് പൂജിച്ച് കൊടുക്കുന്നുണ്ട്. വളരെ ബലവത്താണ്. വിഷ്ണുമായ സ്വാമിയുടെ യന്ത്രം ഏലസായിട്ട് ധരിക്കുന്നതും ബോക്സിൽ വെക്കാനായിട്ട് കൊടുക്കാറൊക്കെയുണ്ട് നമ്മൾ, ചെറിയ കരിശക്തിയായിട്ട്. പരീക്ഷാ വിജയങ്ങളുണ്ടാവാനും കൂടുതൽ പഠിക്കാനുള്ളൊരു തോന്നലുണ്ടാവാനും പഠിച്ചത് മനസ്സിൽ ഉറച്ചു നിൽക്കാനൊക്കെ ആയിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് വളരെയധികം ഫലവത്തായിട്ട് കാണുന്നുണ്ട് കുട്ടികളിലെ വിദ്യാതടസ്സമൊക്കെ. കുട്ടികളൊക്കെ നല്ല ബുദ്ധിയുള്ള കുട്ടികളാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ കുട്ടികളൊക്കെ പെട്ടെന്ന് കാര്യങ്ങൾ കേട്ടാൽ മനസ്സിലാക്കാനൊക്കെ ബുദ്ധിയുള്ള കുട്ടികളാണ്. പക്ഷെ അലസത വല്ലാതെ ബാധിച്ചിട്ടുള്ളൊരു കാലഘട്ടം കൂടിയാണ്. മൊബൈലും കൊച്ചു ടി വിക്ക് ആയിട്ട് കുട്ടികൾ അതിൻ്റെ പിന്നാലെയാണ് ഓട്ടം. ഗെയിം കളിക്കാനൊക്കെ ആയിട്ട് നടന്നിട്ട് കുട്ടികൾ ബുദ്ധി നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാതെ സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഉപയോഗിച്ചിട്ട് പഠിക്കാതെ മുന്നോട്ട് പോകുന്നൊരു കാലഘട്ടമായിട്ട് കാണാൻ കഴിയാറുണ്ട്. പല മാതാപിതാക്കളുടെയും ബുദ്ധിമുട്ടുകൾ ഇവിടെ വന്ന് പറയാറുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ സ്വാമിയുടെ ധ്യാന ശ്ലോകത്തോട് കൂടിയിട്ടോ വെറുതെ യന്ത്രം ധരിച്ചിട്ട് കാര്യമൊന്നുമില്ല. സ്വാമിയുടെ ധ്യാന ശ്ലോകം കൂടി കുട്ടികൾ ചൊല്ലാൻ തൽപരരായാൽ നമുക്ക് ഫലസിദ്ധി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാറുണ്ട്. പരീക്ഷാ വിജയങ്ങൾ ഉണ്ടാക്കാൻ പറ്റാറുണ്ട്. സ്വാമിയുടെ അനുകൂലത്തിൽ വിദ്യാ തടസ്സങ്ങൾ മാറ്റി കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടാവാനും സ്വാമിയുടെ അനുഗ്രഹത്തോടുകൂടി മുന്നോട്ട് പോകാനും കഴിയട്ടെ എന്ന്